ഹായ് നമസ്കാരം. മലയാള സിനിമാ താരങ്ങളുടെ ഇപ്പോഴത്തെ അവരുടെ സാലറി അഥവാ അവരൊരു സിനിമയ്ക്ക് വാങ്ങുന്ന പൈസ എത്രയാണെന്നാണ് ഇന്നത്തെ വിഷയത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ തവണയും നമ്മുടെ ലാലേട്ടനാണ് ഏറ്റവും കൂടുതൽ പൈസ വാങ്ങുന്ന ആൾ. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് നിർമ്മാണ കമ്പനി ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം ആ ഒരു കണക്കിൽ വരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കണക്ക് പ്രകാരം അദ്ദേഹത്തിന് ഒരു 15 മുതൽ 20 വരെ കോടി രൂപയാണ് അദ്ദേഹം ഒരു സിനിമയ്ക്ക് വാങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മാത്രമല്ല മമ്മൂക്കയാണ് തൊട്ട് താഴെ നിൽക്കുന്നത്. മമ്മൂക്ക ഏകദേശം ഇതിനോട് അടുത്ത് തന്നെയാണ്. 15 മുതൽ 25 വരെയാണ് മോഹൻലാലെങ്കിൽ അദ്ദേഹം 22 വരെയാണ്. 15 മുതൽ 22 വരെയുള്ള കോടി രൂപയാണ് ഇദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങുന്നതെന്നാണ് അറിയുന്നത്. ഇപ്പോൾ മമ്മൂക്ക നിർമ്മിക്കുന്ന സിനിമകളെ കുറിച്ച് മാത്രമല്ല, മമ്മൂട്ട് അഭിനയിച്ച സിനിമകൾ പലരെയും നിർമ്മാണ സംരംഭത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് കഥാപാത്രങ്ങളെ. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു അവസരം വന്നു വിട്ടിട്ടുണ്ട്. അദ്ദേഹം തമിഴിൽ ധനുഷിൻ്റെ 55ാമത്തെ ചിത്രത്തിൽ ഇപ്പോൾ തൽക്കാലം D55 എന്ന് പേരിട്ടിരിക്കുന്ന ആ സിനിമയിൽ നമ്മുടെ അമരൻ്റെയൊക്കെ ഡയറക്ടറാണ് ആ ചിത്രത്തിൻ്റെ ഡയറക്ടറായിട്ട് എത്തുന്നത്. അമരൻ എന്ന് പറഞ്ഞ തമിഴ് സിനിമ ശിവകാർത്തികേയൻ്റെ ഒരു ഹിറ്റ് സിനിമയായിരുന്നു, ഒരു പട്ടാള സിനിമയായിരുന്നു. നമ്മുടെ മലയാളി ആയിട്ടുള്ള ഒരു വനിതയെക്കുറിച്ചും അവരുടെ ഹസ്ബൻഡായിട്ടുള്ള ഒരു പട്ടാളക്കാരനെ കുറിച്ചുമുള്ള ഒരു സിനിമ. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ മനസ്സിൽ പെട്ടെന്ന് പോയി, ക്ഷമിക്കണം. ഞാൻ ആ വിഷയം ഇവിടെ പറയാൻ വന്നതല്ല. പക്ഷേ എങ്കിലും ആ സിനിമയിലെ അഭിനയത്തിന് മമ്മൂക്കയ്ക്ക്, അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയിലെ അഭിനയത്തിന് മമ്മൂക്കയ്ക്ക് 35 കോടി രൂപയാണ് ധനുഷ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. പക്ഷേ മമ്മൂക്ക അത് വേണ്ടെന്ന് നിരസിച്ചു. 25 കോടിയൊക്കെ അദ്ദേഹത്തിന് മതി എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഏതായാലും മമ്മൂക്കയും ലാലേട്ടനുമാണ് ഇപ്പോഴും നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്നത്. തൊട്ട് താഴെ നിൽക്കുന്നതാകട്ടെ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ പൃഥ്വിരാജും അതുപോലെ ദുൽഖർ, കുഞ്ചാക്ക ബോബൻ അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ അതിൽ ദുൽഖർ 6 മുതൽ 12 കോടി രൂപ വരെ വാങ്ങുന്നുണ്ട്. അതുപോലെ പൃഥ്വിരാജ് 8 മുതൽ 12-13 കോടി രൂപ വരെ വാങ്ങുന്നുണ്ടെന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ കുഞ്ചാക്ക ബോബനും ഏകദേശം ഒരു 5 മുതൽ 10 വരെ കോടി രൂപ വാങ്ങുന്നുണ്ടെന്ന് അറിയുന്നു. അതുപോലെ ഫഹദ് ഫാസിലും 12 കോടിക്കടുത്തുള്ള തുക വാങ്ങുന്നുണ്ടെന്ന് അറിയുന്നു. നടിമാരിൽ മഞ്ജു വാര്യരാണ് 3 കോടിയാണ് അവരുടെ പ്രതിഫലം എന്ന് അറിയുന്നു. മലയാളത്തിന് പുറത്ത് ഇപ്പോൾ നയൻതാരയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അവരെല്ലാം ഉദ്ദേശിച്ച് മെയിനായിട്ട് മലയാളത്തിലെ താരങ്ങളിൽ നിലനിൽക്കുന്നവരിൽ ഇവരാണ് കൂടുതൽ വാങ്ങുന്നത്. മാത്രമല്ല പലരും ഉണ്ട്, കീർത്തി സുരേഷൊക്കെ വാങ്ങുന്നുണ്ട്. അതുപോലെ നമ്മുടെ നസ്രിയയും ഏകദേശം ഒരു 1-2 കോടി രൂപ വാങ്ങുന്ന ആളാണ്. ഇതാണ് കോടിക്കണക്കുകളിൽ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഏതായാലും മമ്മൂക്കയും ലാലേട്ടനും തന്നെയാണ് നമ്പർ 1 പൊസിഷനിൽ പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ